ഹായ് ഹലോ. അപ്പോൾ 5ാം ക്ലാസ്സിലെ എ ഫ്രണ്ട് എന്ന് പറയുന്ന പോയം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? എല്ലാവരും ക്ലാസ് കേട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തോ നിങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എ ഫ്രണ്ട് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിലാണ് കേട്ടോ. ആകെ കുറച്ചേ ഉള്ളൂ, 3-4 ആക്ടിവിറ്റീസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, ഹു ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്? Who is your best friend? Why is your friend important to you? എന്താണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കാരണം? ഇമ്പോർട്ടൻസ്, എന്ത് കാരണം കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയത്? ആൻസർ എഴുതുമ്പോൾ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്നിട്ട് നെയിം എഴുതുക. ലൈക്ക് മൈ ഫ്രണ്ട് ബിക്കോസ് ഹി ഓർ ഷീ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് സപ്പോർട്ട് മീ. ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം? ഈ പോയത്തിൽ എ ഗുഡ് ഫ്രണ്ട് എങ്ങനെയുള്ള ആളാണ് ഈ ഗുഡ് ഫ്രണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. എന്താണ് ആൻസർ? എ ഗുഡ് ഫ്രണ്ട് ഈസ് someone who we can share our joys and sorrows and always stands by our side in good and bad times. We can share anything with them. They see only the good side of us. They will not tell anyone about our mistake. They will take care of all our needs. They will also pray for the success of our life. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് എന്താണ്? എ ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മളെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഉള്ള ആളാണ്. പിന്നെ എന്താണ്? നമ്മൾ തെറ്റുണ്ടെങ്കിലൊക്കെ തിരുത്തി തരും, നമ്മളെ കെയർ ചെയ്യും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മളെ വിജയം ഇഷ്ടപ്പെടും അല്ലേ? അങ്ങനെയുള്ള ആളാണ് ഫ്രണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ? A friend's presence makes our life more secure because they support and help us in difficult time. ബുദ്ധിമുട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ എന്താവും? എ ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല സുഹൃത്ത് നമ്മളെ സഹായിക്കും. എ ഗുഡ് ഫ്രണ്ട് ഈസ് ഡീപ്ലി ഇൻട്രസ്റ്റഡ് ഇൻ അവർ വെൽ ബീയിങ് ആൻഡ് സക്സസ്. അവൻ നമ്മളെ വിജയത്തിന് വേണ്ടി നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യും. അവർ വെൽഫെയർ ഈസ് ദെയർ chief concern. Life with them is double guarded and secure. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, how does the poem encourage us to be good friends? The poem encourages us to be good friends by reminding us to listen, understand, support and help each other in good and bad times. And also be loyal to each other in any situation. അല്ലേ? എന്താണ് പറയുന്നത്? ഗുഡ് ഫ്രണ്ട് എങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്നതാണ്. എന്താണ് പറയുന്നത്? ഗുഡ് ഫ്രണ്ട് നമ്മളെ മനസ്സിലാക്കും, നമ്മളെ കാര്യങ്ങൾ കേൾക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ ബാഡ് ടൈമിലും ഗുഡ് ടൈമിലൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും അല്ലേ? എനി സിറ്റുവേഷൻ. അങ്ങനെയുള്ള ആളാണ് എ ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 1 എന്താണ്? വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. വേർഡ് വെബ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എ ഗുഡ് ഫ്രണ്ടിൻ്റെ ഇവിടെ ഷെയറിങ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഒരു ഗുഡ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എ ഗുഡ് ഫ്രണ്ട് ഷെയറിങ് ആണ്, പിന്നെന്താണ്? ഹെൽപ്പിംഗ് ആണ്, കെയറിങ് ആണ്, ഹോണസ്റ്റ് ആണ്. ഹോണസ്റ്റ് എന്താ? സത്യസന്ധത അല്ലേ? കൈൻഡ് ആണ്, റെസ്പെക്റ്റ്ഫുൾ ആണ്, പിന്നെന്താ? ലോയാലിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ റൗണ്ടിലേക്ക് എടുത്തെഴുതുക കേട്ടോ. പിന്നെ ആക്ടിവിറ്റി 2, റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. എ ഫ്രണ്ട് ഈസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ your every touch of grief and care. The words care and share end with the same sound. They are called rhyming words. Find out more rhyming words from the poem. ഇവിടെ കണ്ടോ, ഈ ലൈനിലെ അവസാനത്തെ 2 വാക്കുകൾ ഒരേ രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. അതിനെയാണ് റൈമിംഗ് വേർഡ്സ് പറഞ്ഞത്. കെയർ, ഷെയർ, ഇതുപോലുള്ള വാക്കുകൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോയത്തിൻ്റെ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങൾ കാണാൻ കഴിയും. അതാണ് ഞാനിവിടെ കൊടുത്തുള്ളത്. ചോയ്സ്, വോയിസ്, റൈം, ഹിം, സ്മോൾ, ഓൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ അല്ലേ? അപ്പോൾ അതൊക്കെ കണ്ടെത്തി എഴുതുക.
ആക്ടിവിറ്റി 3 ഏതാണ്? തേർഡ് ആക്ടിവിറ്റി, യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവിങ് യു? Do you know the likes and dislikes of your friends? Ask your friend about their likes and dislikes and write them. അപ്പോൾ അവിടെ എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? ടോമി ലൈക്സ് ഫുട്ബോൾ, ഹി ഡസ് നോട്ട് ലൈക്ക് ക്രിക്കറ്റ്. രാജു ലൈക്സ് സ്വിമ്മിങ്, ഹി ഡസ് നോട്ട് ലൈക്ക് മൊബൈൽ ഗെയിം. അനു ലൈക്സ് ഐസ്ക്രീം, ഷീ ഡസ് നോട്ട് ലൈക്ക് ആപ്പിൾസ്. Maya likes watching TV, she does not like listening music. Rahul likes reading books, he does not like watching TV. എന്താണിത് പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമില്ലാത്ത കാര്യം ചോദിക്കുക, അതവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.